ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അർച്ചന. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഇന്ന് ഞാനൊരു വീക്കെൻഡ് ഔട്ടിംഗ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഏകദേശം ഒരു 35-40 മിനിറ്റ്സ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്ന ഒരു ഷോപ്പിംഗ് മാളിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. അപ്പം നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം. അങ്ങനെ ഏകദേശം ഒരു 10:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ മാളിലെത്തി. മാളിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഒരു ലോങ് ഹോളിഡേ ഒക്കെ വരുമ്പോഴത്തേക്കുമാണ് ഞങ്ങൾ കൂടുതലായും കുറച്ച് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോവാറ്. അതർവൈസ് നമ്മൾ വീക്കെൻഡിൽ ഇതുപോലെ അടുത്ത് തന്നെയുള്ള 1-2 മാളുണ്ട്, അങ്ങോട്ടേക്കാണ് പോവാറ്. എൻ്റെ ഷോർട്സിലൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വീക്കെൻഡിൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം എവിടെയെങ്കിലും പോവാറുണ്ട്. മാൾ ഓഫ് ഏഷ്യ അല്ലെങ്കിൽ ഫിനിക്സ് മാൾ, ഇങ്ങനെയാണ് ഈ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ പേര്. ബാംഗ്ലൂർ താമസിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഫെമിലിയർ ആയിട്ട് തന്നെയുള്ള ഒരു മാളാണിത്. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ ഞാനിങ്ങനെ വീഡിയോയിൽ പകർത്തുമ്പം അച്ഛനും മോളും അവരുടെ ഒരു സംഭാഷണത്തിലായിരുന്നു. ഏകദേശം ഒരു 10:30 ആകുമ്പോൾ എത്തിയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഒരു കോഫിയൊക്കെ കുടിക്കാമെന്ന്. അങ്ങനെ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിനുള്ളിൽ തന്നെ ഒരു കഫേയുണ്ട്, അങ്ങോട്ടേക്കായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കഫേയിൽ നിന്ന് കോഫിയും അതുപോലെ തന്നെ ക്രോയിസൻറ്റും ഞങ്ങൾ കഴിക്കുന്നത്. എപ്പോഴും കുടിക്കുന്ന ഒരു ഷോപ്പിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമാകാമെന്ന് കരുതിയാണ് ഇവിടെ ഒന്ന് കയറി നോക്കിയത്. പക്ഷെ ഞങ്ങൾക്ക് അത്ര അങ്ങ് ഇഷ്ടമായില്ല. റേറ്റ് കുറവായിരുന്നെങ്കിലും പക്ഷേ ടേസ്റ്റ് അത്രയ്ക്ക് ഞങ്ങൾക്ക് അങ്ങ് ഇഷ്ടമായില്ല. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു. വാമി ഇത് എന്താണെന്ന് അറിഞ്ഞിട്ടാണോ എന്നറിയില്ല, അവൾ ഏതായാലും അവൾക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ 1-2 പീസൊക്കെ അവൾക്ക് ഞങ്ങൾ കൊടുത്തു. അങ്ങനെ 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ലഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി. അത്യാവശ്യം നല്ല റഷായിട്ടുള്ള ഏരിയയാണ് ഈ ഒരു ഫുഡ് കോർട്ട് എന്ന് പറയുന്നത്. ഒരു 1 മണിക്കും 3 മണിക്കും ഇടയ്ക്കായിട്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ ഞങ്ങൾ അവിടെ എത്തി. കാരണം ഇവിടുത്തെ സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്, ഫുഡ് കോർട്ടിൽ ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഫുഡിനായുള്ള കാത്തിരിപ്പിൻ്റെ ടൈമാണിത്. കുറച്ച് ടൈം വാമി കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ ഒരു മാളിൽ പോയ ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആണിത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച ലഞ്ച്. അങ്ങനെ ഒരു നോർത്ത് ഇന്ത്യൻ താലിയും സ്പ്രിംഗ് ഒനിയൻ ദോശയുമായിരുന്നു ഞങ്ങൾ കഴിച്ചത്. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഈ ഒരു വീക്കെൻഡിലെ വിശേഷങ്ങൾ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ.